ഹായ്, ജർമ്മനി വിസ ക്വസ്റ്റ്യൻ ചാലഞ്ചിന്റെ 22ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഹായ് ബ്രോ, റീസെന്റ് ലാംഗ്വേജ് വിസയ്ക്ക് റിജക്ഷൻ ആണെന്ന് പറയുന്നത് ശരിയാണോ? അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമോ? വളരെ നല്ലൊരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ജർമ്മൻ കോൺസുലേറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളൊരു ലാംഗ്വേജ് കോഴ്സിന് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ 26 വയസ്സിൽ താഴെ ആയിരിക്കണം നമുക്ക്. അതുപോലെ തന്നെ നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചിരിക്കണം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലോഗ്ഡ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മോട്ടിവേഷൻ ലെറ്റർ എഴുതുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കണം. എന്തുകൊണ്ടാണ് ജർമ്മനിയിൽ ചെന്നിട്ട് നമ്മൾ ലാംഗ്വേജ് പഠിക്കാനായിട്ട് നോക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലാംഗ്വേജസ് കിട്ടുള്ളൂ. ഒരു കൃത്യമായ ഒരു കരിയർ പാത്ത് ഉണ്ടായിരിക്കണം. 10th +2 അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞ ഒരു മാക്സിമം ഡിഗ്രി വരെയാണ് പറ്റുള്ളൂ. കഴിഞ്ഞിട്ടുള്ള ഒരു സെയിം റിലവൻറ്റ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് യൂസ് കിട്ടുകയുള്ളൂ. ഇപ്പം കുറച്ച് നാളുകളായിട്ട് ലാംഗ്വേജ് യൂസിക്ക് കുറച്ച് റിജക്ഷൻസ് റേറ്റ് കൂടുതലാണ്. സോ നിങ്ങൾ ലാംഗ്വേജ് യൂസിക്ക് അപ്ലൈ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എംബസിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കമന്റിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ആൾ.